+2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ തുടർ പഠനത്തിന് വിദേശ സർവകലാശാലകളിലേക്ക് അയക്കാനുള്ള പദ്ധതി സർക്കാരിന്റെ പരിഗണനയിലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ഇതിനായി വിദേശ സർവകലാശാലകളുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനം ഉടൻ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെക്കുറിച്ചും വിദേശ സർവകലാശാലകളിലെ അവസരങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് നൂറിനെ പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റലിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 3.98 കോടി രൂപ വകയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന കെട്ടിടം 18 മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്നാണ് കരാർ. 150 പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകാൻ സാധിക്കും വിധം 3 നിലകളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലാണ് നമ്മുടെ സംസ്ഥാനത്ത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലും പ്രീ മെട്രിക് ഹോസ്റ്റലും മോഡൽ സ്കൂളെല്ലാം പ്രവർത്തിച്ചിരുന്നത്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ ലക്ഷ്യം വെച്ചു. അതുകൊണ്ടാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ 108ഓളം പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 86ഓളം SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഹോസ്റ്റൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ 19ഓളം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ട്. 11ഓളം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും, അങ്ങനെ 30 അതിൽ ആ 30 പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ആകെ 1705 കുട്ടികളാണ് ആകെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 413 കുട്ടികൾ ST കുട്ടികളാണ്. അതുപോലെ 1292 SC കുട്ടികൾ. അത് രണ്ടും കൂടി കൂട്ടുമ്പോഴല്ലേ 1705 കുട്ടികൾക്കാണ് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായത്. അത് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാം കാണേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് SC ST കുട്ടികളെ മാത്രം അല്ല SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹോസ്റ്റലുകളിൽ അല്ലെങ്കിൽ മോഡൽ സ്കൂളുകളിൽ ചേർത്തത്. പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, കലക്ടർ ഡോക്ടർ S ചിത്ര എന്നിവർ മുഖ്യാതിഥികളായി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാജേഷ് ചന്ദ്രൻ, പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K കൃഷ്ണപ്രകാശ്, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ K രാജൻ, M ശ്രീധരൻ, വാർഡ് കൗൺസിലർ PS വിപിൻ, അട്ടപ്പാടി ITDP പ്രൊജക്ട് ഓഫീസർ VK സുരേഷ് കുമാർ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ KS ശ്രീജ, ജില്ലാ പട്ടികവർഗ വികസന ഓഫീസർ M ഷമീന എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ് പാലക്കാട്.